നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണല്ലോ രോഹിത് ശർമ്മ. സാധാരണക്കാരുടെ ഇടയിലെ ഒരു അസാധാരണക്കാരൻ. ഹിറ്റ്മാൻ എന്ന പേര് കേട്ടാൽ തന്നെ എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ആവേശത്തോടെ ആർപ്പു വിളിക്കുന്ന ഇതിഹാസ താരമാണ് രോഹിത് ശർമ്മ എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയാലോ. 1987 ഏപ്രിൽ 30 ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനടുത്ത് ബാൻസോദിലാണ് രോഹിത് ശർമ്മ ജനിച്ചത്. അച്ഛൻ ഗുരുനാഥ് ശർമ്മ, അമ്മ പൂർണിമ ശർമ്മ. സാമ്പത്തികമായി പിന്നിൽ നിന്ന കുടുംബത്തിലായതിനാൽ മുത്തശ്ശിയുടെയും അമ്മാവിൻ്റെയും സഹായത്തിലാണ് രോഹിത് ശർമ്മ വിദ്യാഭ്യാസം നേടിയത്. ക്രിക്കറ്റ് സ്നേഹത്താൽ 1999 അദ്ദേഹം ഒരു ക്രിക്കറ്റ് ക്യാമ്പിൽ ചേരുകയും അവിടെയുള്ള പരിശീലകമായ ദിനേശ് ലാഡ് രോഹിത്തിൻ്റെ പ്രതിഭ തിരിച്ചറിയുകയും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കുന്ന സ്വാമി വിവേകാനന്ദൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവിടെ നിന്ന് സ്കോളർഷിപ്പോടെ പരിശീലനം പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്തു. ഒരു ഓഫ് സ്പിന്നറായിട്ടായിരുന്നു രോഹിത്തിന്റെ തുടക്കം. ആഭ്യന്തര ക്രിക്കറ്റിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തെങ്കിലും 2013 നവംബറിൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ വിടവാങ്ങൽ പരമ്പരയിലായിരുന്നു രോഹിത്തിന്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റം. അന്ന് 177 റൺസ് നേടി ശ്രദ്ധ ആകർഷിച്ച രോഹിത്തിന്റെ പിന്നീടുള്ള അന്താരാഷ്ട്ര കരിയർ ചരിത്രമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ, ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറികൾ, ക്രിക്കറ്റ് ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ, 2020 ഇന്റർനാഷണലിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്നിങ്ങനെ നിരവധി റെക്കോർഡുകൾ രോഹിത് ശർമ്മയുടെ പേരിലാണ്. 2020 സെഞ്ചുറി നേടുന്ന ആദ്യ താരമാണ് രോഹിത് ശർമ്മ. മാത്രമല്ല, ഒരു ഏകദിന മത്സരത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന ലോക റെക്കോർഡ് നിലവിൽ രോഹിത് ശർമ്മയുടെ പേരിലാണ്. 2015 അർജുന അവാർഡ്, 2020 മേജർ ധ്യാൻചന്ദ് രത്ന അവാർഡ് എന്നിവ ലഭിച്ചു. ക്രിക്കറ്റിന് പുറമെ മൃഗക്ഷേമ ക്യാമ്പയിനുകളിലും സജീവമാണ് രോഹിത്. WWF ഇന്ത്യയുടെ ഔദ്യോഗിക റിനോ അംബാസഡറായ അദ്ദേഹം പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് അനിമൽസ്, അതായത് PETയിൽ അംഗവുമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.